ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടിൻ്റെ അകത്ത്, അതായത് വീടിൻ്റെ അകത്ത് ഡൈനിങ്ങിൽ നിന്ന് കാണാവുന്ന രീതിയിൽ, അതല്ലെങ്കിൽ നമുക്ക് എല്ലാ സൗകര്യപ്രദമായ രീതിയിൽ ടി വിയുടെ യൂണിറ്റ് നമ്മൾ എവിടെ കൊടുക്കാമെന്നും, എന്നാൽ ടി വിയുടെ യൂണിറ്റ് കൊടുക്കുന്ന സ്ഥലത്ത് ഒരുപാട് സ്പേസ് പോകാത്ത രീതിയിൽ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എങ്ങനെ കൊടുക്കാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ, അതിൻ്റെ മെഷർമെൻറ്റ്, അതിൻ്റെ സ്വിച്ച് ബോർഡുകൾ, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമുക്ക് ഡൈനിങ്ങിൽ നിന്ന് കാണാവുന്ന രീതിയിൽ, കൂടുതലും ആളുകൾ കാണുന്ന ഡൈനിങ്ങിൻ്റെ ഏരിയയിൽ നിന്നും അല്ലെങ്കിൽ ലിവിങ്ങിൻ്റെ ഏരിയയിൽ നിന്നും കാണാവുന്ന രീതിയിൽ, രണ്ട് സ്ഥലത്തുനിന്ന് കാണാവുന്ന രീതിയിൽ നമുക്ക് ടി വി അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെറ്റർ ഏരിയയാണ്. ഡൈനിങ്ങിൽ നിന്ന് കൂടുതൽ കാണുന്ന രീതിയിലും അതുപോലെ തന്നെ ലിവിങ്ങിൽ നിന്നൂടെ കിട്ടുകയാണെങ്കിൽ ആ ലെവലിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് നമുക്ക് ഡൈനിങ്ങിൽ നിന്ന് കിട്ടാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ സ്റ്റെയറിൻ്റെ ഏരിയ നമുക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ നേരെ സ്റ്റെയറിൻ്റെ ഏരിയയുടെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ഡൈനിങ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഏരിയയിൽ അതായത് സ്റ്റെയറിൻ്റെ താഴെ നല്ലൊരു നീറ്റായിട്ട് നല്ലൊരു ഏരിയ പോർഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തത്. ഇത് നമ്മൾ കബോർഡ് വർക്ക് പോലെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു. കബോർഡ് സിസ്റ്റം ചെയ്തിരിക്കുന്നത് നമ്മൾ 50 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് അതിൻ്റെ ടേബിൾ ഹൈറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൽ നിന്ന് മുകളിലേക്ക് നമുക്ക് ചെറിയ രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കും ഡിസൈനിങ് കാര്യങ്ങളും മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് ഉപയോഗിച്ച് ചെയ്തതിന് ശേഷം പെയിൻറ്റിങ്ങിലാണ് ഈ പറയുന്ന രീതിയിൽ വുഡിൻ്റെ ക്രിയേഷൻ ചെയ്തിരിക്കുന്നത്. ഇനി മൾട്ടിവുഡ് അല്ല, നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ അല്ലാത്ത മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. MDF, അതുപോലെ തന്നെ ഗ്രീൻ പ്ലേ, അതുപോലെയുള്ള പല പല പ്രൊഡക്ട്സുകൾ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾ കാണുന്ന രീതിയിൽ കണ്ട നമ്മുടെ ഡോറ് ചെയ്തതിന് ശേഷം 2 ഹോൾ ഇട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ബാക്കിലാണ് നമ്മുടെ പറയുന്ന എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ ടി വിയിലേക്ക് കണക്ട് ചെയ്യുന്ന സെറ്റ് ടോപ്പ് ബോക്സ്, അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം വരുന്നത് അതിൻ്റെ അകത്താണ് വരുന്നത്. അതിലേക്ക് വയർ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് പൈപ്പ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഏറ്റവും മുകളിൽ നിന്നും നേരെ ഒരു 120 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് ആ സ്വിച്ച് ബോർഡ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നേരെ ഒരു 2 ഇഞ്ച് പൈപ്പ് നേരെ താഴേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വേറൊന്നിനുമല്ല, നമുക്ക് മുകളിലുള്ള നമ്മുടെ വെക്കുന്ന ടി വിയുടെ യൂണിറ്റ് മുകളിലാണ് വരുന്നത്. ടി വിയുടെ യൂണിറ്റ് മുകളിൽ വെച്ചതിന് ശേഷം അതിൻ്റെ വയറുകൾ കംപ്ലീറ്റ് താഴേക്ക് നമുക്ക് കാണാത്ത രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ ഏരിയ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ടി വിയുടെ ഏരിയ വരുന്നത്. ടി വിയുടെ ബാക്കിൽ വരുന്ന പ്ലഗ് സ്വിച്ചാണ്, അതിന് വേണ്ടിയിട്ടുള്ള പ്ലഗ് സോക്കറ്റിന് വേണ്ടിയിട്ടുള്ള പോർഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴേക്ക് വരുന്ന HDMI കേബിൾ, അതുപോലെ തന്നെ വേറെ കേബിളുകൾ, അതായത് നെറ്റ് കേബിളുകൾ വേണമെങ്കിൽ അത്, ഇനി HDMI കേബിൾ വേണമെങ്കിൽ അത്, അതായത് ഓഡിയോന് സെപ്പറേഷൻ വരുന്നുണ്ടെങ്കിൽ ഹോം തിയേറ്ററിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി സെപ്പറേറ്റ് കേബിളുകൾ, ഇതെല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ 2 ഇഞ്ച് പൈപ്പ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു 50 ഇഞ്ചിൻ്റെ ടി വി ഒക്കെ വെക്കാൻ പറ്റുന്ന, സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന, അത്രയും വലിപ്പമുള്ള രീതിയിൽ തന്നെയാണ് ആ സ്റ്റെയറിൻ്റെ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബാക്കിലാണെങ്കിൽ സ്ട്രക്ചറൽ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. കേട്ടോ, ഡൈനിങ്ങിൻ്റെ ഏരിയ ആണ് വരുന്നത്. ഡൈനിങ്ങിൻ്റെ ഏരിയയിൽ നിന്ന് കിട്ടുന്ന രീതിയിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. കാരണം ലിവിങ്ങിലേക്ക് നമുക്ക് കിട്ടത്തില്ല, നമുക്ക് കിട്ടുന്ന ഡൈനിങ് ഏരിയയിൽ നിന്നാണ് കിട്ടുന്ന രീതിയിലാണ് ടി വിയുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. കണ്ടോ, ഒറ്റ DP 32 ആംസിൻ്റെ DP സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ന്യൂട്രും ഫേസും കട്ടാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കാം. നിങ്ങൾ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ സിമ്പിളാണ്. നമുക്ക് ഇടിവെട്ട് കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഊരിയിടാൻ പറ്റിയില്ലെങ്കിൽ കൂടിയും DP സ്വിച്ച് ആയതുകൊണ്ട് അത്യാവശ്യം ഇടിവെട്ട് കാര്യങ്ങളൊക്കെ അതിൽ സപ്പോർട്ട് ചെയ്തോളും. വേറെ ഒന്നുമല്ല, നമുക്ക് ന്യൂട്രും ഫേസും കട്ടായിപ്പോവും. അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ടേബിൾ ഹൈറ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ പറയുന്നത് 50 സെൻറ്റിമീറ്റർ താഴേക്ക്, 50 സെൻറ്റിമീറ്റർ മുകളിൽ നിന്ന് താഴേക്കാണ് ഇതിൻ്റെ ടേബിൾ ഹൈറ്റ് കാര്യങ്ങൾ കൊടുക്കേണ്ടത്. അതിൻ്റെ അകത്താണ് ഈ പറയുന്ന രീതിയിൽ സെറ്റ് ടോപ്പ് ബോക്സ്, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിൽ വരുന്ന ഹോം തിയേറ്റർ കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുന്ന പ്ലഗ് കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്താണ് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ കാണുന്ന പോലെ 2 ഡോറിൻ്റെ 2 ഹോൾ കാണാൻ സാധിക്കുന്നുണ്ടോ, അവിടെയാണ് നമുക്ക് ഗ്ലാസിൻ്റെ ഗ്ലാസ്സാണ് കൊടുക്കേണ്ടത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മളകത്താണ് ഈ പറയുന്ന സെറ്റ് ടോപ്പ് ബോക്സ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത്, സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത്. അപ്പോൾ റിമോട്ട് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആ ഹോളിലൂടെ, അതായത് ആ റിമോട്ടിൻ്റെ ഏരിയയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഗ്ലാസിൻ്റെ ഗ്ലാസ് ആയിരിക്കണം. അപ്പോൾ റിമോട്ട് വർക്ക് ചെയ്യണമെങ്കിൽ IR വർക്ക് ചെയ്യണമെങ്കിൽ, ഇൻഫ്രാറെഡ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ, റിമോട്ട് താഴത്തെ റിമോട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, ആ ഡിവൈസുകളെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്ലാസ് ആയിട്ട് കൊടുത്താൽ മാത്രമേ അതിൻ്റെ അകത്തേക്ക് നമുക്ക് അതിൻ്റെ റിമോട്ട് കാര്യങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 2 ഹോള് കാര്യങ്ങൾ നമ്മൾ ഡോറിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ, നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ കാണുന്നതിൻ്റെ വേണമെങ്കിൽ നമുക്ക് ലൈറ്റ് കാര്യങ്ങൾ കൊടുക്കാം. അത് എക്സ്ട്രാ വേണമെങ്കിൽ എക്സ്ട്രാ കൊടുക്കാം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കൊടുത്തിരിക്കുന്ന അതിൻ്റെ അകത്ത് തന്നെ ഒരു 3 പ്ലഗ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്താണ് നമ്മുടെ റിസീവർ, ഞാൻ നേരത്തെ പറഞ്ഞ റിസീവർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. ഈ പറഞ്ഞ താഴത്തെ 3 പ്ലഗും ഏറ്റവും മുകളിലുള്ള ഒരു പ്ലഗിൻ്റെയും കൂടി എല്ലാം കൂടി ഒറ്റ കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതായത്
ഒറ്റ ഡി പി സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒറ്റ ഡി പി സ്വിച്ച് ഓഫ് ചെയ്ത് എല്ലാ സ്വിച്ചുകളും ഓഫായി പോകും. ഇനി അതല്ല നമ്മൾ മോഡം കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സ്വിച്ച് മാറ്റി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ മോഡം ഫുൾ ടൈം 24 മണിക്കൂറും വർക്ക് ചെയ്യുന്നതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു സർക്യൂട്ട് മാറ്റി കൊടുക്കാം. അതുമാത്രമല്ല ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന 2 ഇഞ്ച് പൈപ്പിൻ്റെ കൂടെ തന്നെ നമ്മൾ ആൻറ്റിനയുടെ പൈപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ആൻറ്റിനയുടെ പൈപ്പ് എന്ന് ഉദ്ദേശിച്ച DTH കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 1 ഇഞ്ച് പൈപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്താണ് ഈ കബോർഡിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കബോർഡിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസീവർ കാര്യങ്ങൾ താഴെയാണ് വരുന്നത്. ഒപ്റ്റിക് ഫൈബർ അതുപോലെ തന്നെ നമ്മളെ ഡിഷിൻ്റെ കേബിളുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ മുകളിൽ നിന്ന് വലിച്ച് ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ പൈപ്പ് ഇട്ടിരിക്കുന്നത് ഇത് നേരെ പുറത്തേക്കാണ് കൊണ്ടുപോയി ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് ഓപ്റ്റിക് ഫൈബർ അതുപോലെ തന്നെ നമ്മുടെ ഡിഷിൻ്റെ കേബിളുകൾ ഇതെല്ലാം കൊണ്ടുവരണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിലൂടെ വലിച്ചെടുക്കാൻ സാധിക്കും. പിന്നെ അത് കൂടാതെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് അതായത് നമ്മളിപ്പോൾ ക്യാമറ സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ക്യാമറ സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇതിൻ്റെ ഏരിയകളിൽ നമ്മുടെ ഡൈനിങ്ങിൻ്റെയൊക്കെ ബാക്ക് സൈഡിൽ അതിന് വീടിൻ്റെ ഫ്രണ്ടിലെ ഏരിയകളിൽ ഇതെല്ലാം തന്നെ പല പല ഏരിയകളിൽ നമ്മൾ ക്യാമറ സിസ്റ്റം ചെയ്യാറുണ്ട്. ക്യാമറ സിസ്റ്റം ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ഏരിയകളിലേക്ക് നമുക്ക് ക്യാമറയുടെ വർക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് പൈപ്പ് വന്നിട്ട് ഈ പറഞ്ഞ നമ്മുടെ കബോർഡിൻ്റെ താഴെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ക്യാമറയുടെ DVR കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്തിരിക്കും. അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ക്യാമറയുടെ വേണ്ടിയിട്ട് ഈ DP സ്വിച്ചിൻ്റെ തൊട്ടിപ്പുറത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു DP സ്വിച്ച് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ ക്യാമറയുടെ വർക്ക് കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്തേക്ക് അറ്റാച്ച് ആവും. കാരണം ഈ കബോർഡിൻ്റെ അകത്ത് തന്നെ ക്യാമറയുടെ DVR കാര്യങ്ങളെല്ലാം ഓക്കെ ആവും. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ വ്യത്യാസം വരുത്താനുണ്ട്. നമ്മൾ ക്യാമറയുടെ വയറിങ് കാര്യങ്ങൾ ഫ്ലോറിൽ വേണമെങ്കിൽ കൊണ്ടുവരാം. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ക്യാമറയുടെ ഡിവൈസുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ DVR എല്ലാം നമ്മുടെ ഈ പറയുന്ന TVയുടെ താഴെയുള്ള യൂണിറ്റിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാം ഒറ്റ ഏരിയയിൽ മാറിക്കഴിഞ്ഞു. അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് മോണിറ്റർ ഔട്ട് അതായത് ക്യാമറ DVRൽ നിന്ന് മോണിറ്റർ ഔട്ട് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ വൈഫൈ കാര്യങ്ങളെല്ലാം തന്നെ അവിടേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഔട്ട് കാര്യങ്ങൾ മോണിറ്ററിങ് കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കണമെങ്കിൽ നമുക്ക് ഈ TVയിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാം. അപ്പോൾ ആ TVയുടെ ഏരിയ നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നേരത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണെങ്കിൽ നല്ലൊരു ഏരിയയിൽ കബോർഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് വൈഫൈയുടെ കണക്ഷൻസ് അതുപോലെ തന്നെ നമ്മുടെ TVയുടെ മൊത്തം യൂണിറ്റ്സ് ഹോം തിയേറ്റർ അതുപോലെ തന്നെ ക്യാമറയുടെ സർക്യൂട്ട്സുകൾ ക്യാമറയുടെ DVR കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ ഏരിയയിൽ നമുക്ക് എല്ലാം കൂടി ഒന്നിച്ച് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. സെപ്പറേറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. എല്ലാം ഒന്നിച്ച് അറേഞ്ച് ചെയ്ത് അവിടെ തന്നെ ഡിവൈസ് കാര്യങ്ങൾ കാണാത്ത രീതിയിൽ തന്നെ അതിൻ്റെ അകത്ത് കബോർഡിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് മുന്നേ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഫ്ലോറിലൂടെ നമ്മുടെ ക്യാമറയുടെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ക്യാമറയിലേക്ക് സർവീസ് വളരെ സിമ്പിളാക്കുന്ന രീതിയിൽ ക്യാമറയ്ക്ക് പലപ്പോഴും കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വയർ ഉൾപ്പെടെ നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ വലിച്ചു മാറ്റാവുന്ന രീതിയിൽ വേണം അതിൻ്റെ ക്യാമറയുടെ വർക്ക് കാര്യങ്ങൾ ചെയ്യാൻ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ഡീറ്റെയിൽസ് കൊടുക്കാം. നിങ്ങൾക്കത് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെ വേണം ക്യാമറയുടെ വർക്ക് കൊടുക്കാൻ. ഭാവിയിൽ നമുക്ക് കംപ്ലൈൻറ്റ് വന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ വയർ ഉൾപ്പെടെ വേണമെങ്കിൽ വലിച്ചു മാറ്റാവുന്ന രീതിയിൽ നമുക്ക് വയറിങ് എങ്ങനെ ചെയ്യാവുന്ന ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ കൊടുത്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് TVയുടെ ഏരിയ എങ്ങനെ എക്കണോമിക്കലായ രീതിയിൽ നല്ല ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് എല്ലാ ഡിവൈസുകളും എങ്ങനെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കാരണം ആളുകൾ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ഓൾറെഡി ലൈക്ക് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ ഇത് ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് എത്തിച്ചേരുള്ളൂ, പുതിയ വീഡിയോ വയ്ക്കുന്ന ആളുകളിലേക്ക് എത്തിച്ചേരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക. ഞാൻ ഈ വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കുന്ന മിനിമം 2000 ലൈക്സാണ് നിങ്ങളെല്ലാവരും ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം ഫ്രണ്ട്സ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.